മസ്കറ്റിൽ ജീവകാരുണ്യം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പായ വി ഹെൽപ്പ് അംഗങ്ങളെ ഇന്ന് പരിചയപ്പെടാം. ഇത് മസ്കറ്റിൽ ജീവകാരുണ്യം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഫേസ്ബുക്ക് വാട്സപ്പ് കൂട്ടായ്മയായ വി ഹെൽപ്പ് അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുമാണ്. ജീവകാരുണ്യ രംഗത്ത് ഇതിനകം ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഗ്രൂപ്പിൽ ജാതിമതഭേദമന്യേ നൂറുകണക്കിന് പേർ പ്രവർത്തിക്കുന്നു. തിരക്കേറിയ ജീവിതത്തിലും സമയം കണ്ടെത്തി മറ്റുള്ളവർക്ക് സഹായം എത്തിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. സരസ്വതി മനോജ് എന്ന് പറഞ്ഞൊരു സാമൂഹ്യ പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തെ കണ്ടതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായിട്ടും ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്ന മലയാളികളെ ഒരുപാട് ആൾക്കാർ മലയാളികളും അല്ലാണ്ട് ഒരുപാട് ആൾക്കാരോട് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ പുള്ളിക്കാരത്ത് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ ചേർന്നൊരാഗ്രഹം ഉണ്ടായി. ഞങ്ങൾ പുള്ളിക്കാരത്തെ ബന്ധപ്പെടുകയും ചെയ്തു. പുള്ളിക്കാരത്തിൻ്റെ വഴിയാണ് ഞങ്ങൾ ഇതിനകത്ത് വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ അല്ലാണ്ട് ടിക്കറ്റ് ഇല്ലാണ്ട് നാട്ടിൽ പോകാൻ നിവർത്തിയില്ലാണ്ട് കിടന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ നല്ല ജെന്യൂൻ ആയിട്ടുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയി അവരെ കാണുകയും അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും നമ്മളാ കഴിയുന്ന രീതിയിൽ സഹായങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാരെ ഞങ്ങളിപ്പോൾ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ വിരലിലുണ്ടാവുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ പല നാട്ടുകാരെ ആൾക്കാരെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടുകാർ, ആന്ധ്രാക്കാർ. ഇപ്പോൾ അടുത്ത സംഭവം തന്നെ എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്. കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ആന്ധ്ര കുടുംബം, 2 കുട്ടികൾ, അമ്മ, അച്ഛൻ, ആർക്ക് പാസ്പോർട്ടോ വിസയോ ഒന്നുമില്ലാണ്ട് ഉള്ള അവസ്ഥയിലായിരുന്നു. ഹോസ്പിറ്റലിൽ 2 കുട്ടികളും ഒരു അമ്മയും വയ്യാത്ത അവസ്ഥയിലായിരുന്നു. അവരെ ഞങ്ങൾ പോയി കാണുകയും മൊബൈലിൽ ഞങ്ങൾ അവരെ പോയി കാണുകയും അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയും അവർക്ക് വേണ്ട ചിലവുകൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് പൊതുമാപ്പിൽ ഞങ്ങൾ അവരെ നാട്ടിൽ കയറ്റി വിടുകയും ചെയ്തു. ഒമാനിൽ ദുരിതമനുഭവിക്കുന്ന ആർക്കും ഇവരെ ബന്ധപ്പെടാം. വി ഹെൽപ്പ് അംഗങ്ങൾ അവിടെ എത്തും. നിങ്ങൾക്ക് വേണ്ടി വരുന്ന സഹായങ്ങൾ നൽകും. ഒരു ചെറിയ കൂട്ടായ്മയായി ആരംഭിച്ച ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ 1000-ൽ പരം പേരുണ്ട്. ലോകാരോഗ്യ ദിനമായ ഒക്ടോബർ 10 തുടങ്ങിയിട്ടുള്ള ഒരു മാസത്തെ വി ഹെൽപ്പിൻ്റെ ഒരു മാനസികാരോഗ്യ ത്തിനെ പറ്റിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് പരമാവധി നമുക്ക് ഈ മസ്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മാനസിക പ്രശ്നങ്ങൾ, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിലെല്ലാം നമ്മളൊന്ന് പരമാവധി നമ്മൾ ഇടപെട്ടുകൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതിലാണ് നമ്മൾ വി ഹെൽപ്പ് മസ്കറ്റ് എല്ലാവരും മുൻകൈ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ എത്ര ആളെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. പരമാവധി 3000-ലേറെ ആളുകൾ സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ഇത്രയും ആൾക്കാർക്ക് എല്ലാവർക്കും ഇന്ന് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ പരമാവധി എപ്പോഴും ഒരു 250 ആൾക്കാരോളം നമ്മളെ ഗ്രൂപ്പ് വഴി എല്ലാ സപ്പോർട്ടായിട്ട് എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ്. അത് വലിയ രീതിയിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ ഒക്ടോബർ 10 മുതൽ നവംബർ 10 വരെ ഒരു മാനസിക ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഒന്നിച്ചു ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് ഡോണേഴ്സ്, ഇവിടെ ഒമാനിലെ ബ്ലഡ് ഡോണേഴ്സുമായിട്ട് ചേർന്നുകൊണ്ട് വി ഹെൽപ്പ് ബ്ലഡ് ഡോണേഴ്സ് ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോറം ഇവിടെ രൂപീകരിച്ചു. ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബ്ലഡ് ബാങ്കുമായിട്ട് സഹകരിച്ചുകൊണ്ട്, ബൗഷർ ബ്ലഡ് ബാങ്കുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് ബ്ലഡ് ഡൊണേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ സാമൂഹികമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് വി ഹെൽപ്പ് ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവധി ദിവസങ്ങളിൽ മസ്കറ്റിലെ വിവിധ പാർക്കുകളിൽ ഇവർ ഒത്തുചേരുന്നു. ഭാവി പ്രവർത്തനങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് അടക്കം നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു. വീട്ടമ്മയായ സരസ്വതി മനോജാണ് ഈ കൂട്ടായ്മയുടെ നേതൃത്വ സ്ഥാനത്തെന്നതാണ് ഈ ഗ്രൂപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത. ഒരു 12 വർഷം മുന്നേ ഞങ്ങളൊരു 2-3 പേര് മാത്രമായിട്ട് തുടങ്ങിയൊരു ചെറിയ, അന്ന് പേരോ സംഘടനയുടെ പേരോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അജണ്ടയോ ഒന്നുമില്ലാതെ തുടങ്ങിയൊരു ചെറിയ ഒരു സൗഹൃദ കൂട്ടം ഇന്ന് വളർന്നു വലുതായിട്ട് 200-250 മെമ്പേഴ്സിന് മേളിലുള്ള വി ഹെൽപ്പ് മസ്കറ്റ് എന്ന് പറഞ്ഞൊരു സംഘടനയായിട്ട് മാറി. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നതൊക്കെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ പറയാൻ ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങളുടെ മുന്നിൽ വിഷമിക്കുന്ന ആര് വന്നാലും അവർക്ക് അപ്പം തന്നെ സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ദൗത്യം. അത്
അതായത് ഇപ്പോൾ ഒരാൾ നമ്മളുടെ അടുത്തൊരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അസോസിയേഷൻ്റെ മീറ്റിംഗ് കൂടിയിട്ട് പ്രസിഡന്റ് ചോദിക്കട്ടെ, സെക്രട്ടറി ചോദിക്കട്ടെ, ഞങ്ങൾ പറയാറില്ല. വി ഹെൽപ്പിലെ ഏത് മെമ്പറിൻ്റെ മുന്നിൽ ആര് സഹായത്തിന് കൈ നീട്ടിയാലും ഞങ്ങൾ സഹായിക്കും എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ആളെ എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് സോൾവ് ചെയ്യാനുള്ള പോംവഴി മാത്രമാണ് ഞങ്ങൾ ഗ്രൂപ്പ് മീറ്റിംഗ് കൂടി അല്ലെങ്കിൽ ഫോൺ വിളിച്ചൊക്കെ ഞങ്ങൾ കണ്ടെത്താറുള്ളത്. ഇതുവരെ ഈ ഒരു വർഷത്തിന് മേളായി ഞങ്ങൾ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഞങ്ങൾ ഇതുവരെ കണക്കെഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കൂടി ഇല്ല ഞങ്ങൾക്ക് ഓർക്കാൻ. ഞങ്ങൾ ആരുടെയും നമ്മളുടെ ഗ്രൂപ്പിൻ്റെ മെയിനായിട്ട് ആദ്യം മുതലേ നമ്മൾ ഗ്രൂപ്പിൽ ഒരാൾ കയറുമ്പോൾ ആദ്യം പറയുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ക്യാമറയിൽ പകർത്തില്ല. ഒരാൾക്ക് വിശക്കുന്ന ഒരാൾക്ക് ആഹാരം കൊടുത്തിട്ട് അത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടാനോ വാട്സപ്പിലിടാനോ ഞങ്ങളുടെ ടീമിൽ ഒരാൾ അത് ചെയ്യില്ല. അത് ഞങ്ങൾ അഭിമാനത്തോടെ തന്നെ പറയുന്നു. ഞങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്തെടുത്ത് പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയില്ല. ദിവസവും ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ 2 3 കേസുകൾ എത്തുന്നുണ്ട്. ചിലപ്പം ഒരു നേരത്തെ ആഹാരത്തിനായിരിക്കാം, ചിലപ്പം ഫീസ് അടയ്ക്കാനില്ലാത്ത കുട്ടികളുടെ കേസുകളായിരിക്കാം, ബ്ലഡ് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരിക്കാം, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് കൂട്ടിരിക്കാൻ ആളില്ലാഞ്ഞിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ബില്ലടയ്ക്കാൻ നേരത്ത് അതിന് പൈസ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിരിക്കാം, ഒന്നും അല്ലെങ്കിൽ എംബസിയിൽ പോയിട്ടൊരു നിയമസഹായം അവർക്കൊന്ന് വഴി പറഞ്ഞു കൊടുക്കാനായിരിക്കാം. അങ്ങനെ ഏത് തരത്തിലുള്ള സഹായം, മനുഷ്യർക്ക് കഴിയാൻ പറ്റുന്ന ഏത് തരത്തിലുള്ള സഹായമാണെങ്കിലും വി ഹെൽപ്പിന് മുന്നിലെത്തിയാൽ ഞങ്ങളത് ചെയ്തു കൊടുക്കും. അതിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഞങ്ങൾ നോക്കില്ല. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മുന്നിൽ വരുന്ന കേസുകൾക്ക് ഞങ്ങൾക്ക് തന്നെ പലപ്പോഴും പരിഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ വലിയ വലിയ അസോസിയേഷൻ്റെ സഹായം ഞങ്ങൾ തേടാറുണ്ട്. അതിൽ ഏത് പാർട്ടിയുടെ ആണെങ്കിലും ഏത് ജാതിയുടെ ആണെങ്കിലും ഏത് ജില്ലയുടെ ആണെങ്കിലും സംഘടനകളെ ഞങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ മനസ്സോടെ ഞങ്ങളെ സഹായിക്കാറുണ്ട്. വി ഹെൽപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഇത്രയും നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് വളരുകയായിരുന്നു. അതിന് എടുത്തു പറയേണ്ട 2 പേരാണ് ഇന്ത്യൻ എംബസിയിലെ അഡ്വക്കേറ്റ് ദീപയും പിന്നെ ഇവിടുത്തെ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തനായ ഷമീറും. ഇവർ 2 പേരെയും സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. പിന്നെ ഇന്ത്യൻ എംബസി പലരും പുറത്ത് പല അഭിപ്രായങ്ങളും പലരും പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ ചെറിയൊരു സംഘടനയാണ്. എന്നാൽ പോലും ഇപ്പോൾ വി ഹെൽപ്പിലെ ഒരു അംഗം എംബസിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരും ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണ വളരെ വലുതാണ്.